യഥാർത്ഥത്തിൽ ഇപ്പൊ പി കെ ശശിയോട് ചെയ്തത് ഒരു അനീതി തന്നെയാണ്. ഇപ്പൊ അദ്ദേഹത്തെ തരം താഴ്ത്തി. അദ്ദേഹത്തെ തരം താഴ്ത്തിയാൽ അദ്ദേഹത്തെ ജയിലിടേണ്ട കേസുകളിലൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ജയിലിലേക്ക് എണ്ണേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. കാരണം അവരുടെ പാർട്ടിയിലെ തന്നെ ഒരു പെൺകുട്ടി ഇയാൾക്കെതിരായി വളരെ മോശപ്പെട്ട രൂപത്തിലുള്ള പ്രവർത്തനത്തിന് പരാതി കൊടുത്തിട്ടുണ്ട്. അന്ന് അതിന്റെ തീവ്രത പരിശോധിച്ചു ചില ആളുകൾ, അല്ലേ? തീവ്രത പരിശോധിക്കാൻ പോയാൽ നമ്മുടെ AK ബാലനും ശ്രീമതി ടീച്ചറും തീവ്രത വളരെ കുറവാണ് എന്ന് പറയുകയും, തീവ്രത മീറ്റർ അവരുടെ കയ്യിലുണ്ടല്ലോ, അത് വെച്ച് പരിശോധിച്ചപ്പോൾ തീവ്രത വളരെ കുറവാണ് എന്ന് പറയുകയും അതിന് ഒഴിവാക്കുകയും ചെയ്തു. പക്ഷെ അങ്ങനെ ഒരു വിഷയം വന്നിട്ട് അതിൻ്റെ ഒരു ക്രിമിനൽ കേസാക്കാഞ്ഞത്, വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം പരാതി കൊടുത്തിട്ടില്ല എന്ന്. പരാതി കൊടുത്താൽ മാത്രമേ ക്രിമിനൽ കേസാക്കാവൂ? അങ്ങനെയില്ലല്ലോ. പറഞ്ഞു കേട്ടാൽ ക്രിമിനൽ കേസാക്കിക്കൂടെ? സംഭവം ഉണ്ടായ ക്രിമിനൽ കേസാക്കിക്കൂടെ? പ്രശ്നം അതല്ല. പി കെ ശശി വലിയ അഴിമതി നടത്തി. അപ്പൊ പി കെ ശശിക്കെതിരെ ഒന്നും ചെയ്തില്ല. സഹകരണ ബാങ്ക് തട്ടിപ്പാത് പിന്നെ പാർട്ടിക്കാരുടെ ഒരു സാധാരണ ദിവസത്തെ പരിപാടി ആയതുകൊണ്ട് പിന്നെ അതിലൊന്നും ഒരു ശിക്ഷയൊന്നും കിട്ടേണ്ട കാര്യമില്ല. അത് പാർട്ടിക്ക് ഒരു തെറ്റായി തോന്നാറുമില്ല. മറ്റ് പരിപാടികൾ നടത്തി, ഇതൊന്നും ഒരു തെറ്റായിട്ട് പാർട്ടിക്ക് തോന്നുന്നില്ല. ഇപ്പൊ പി കെ ശശിയെ തരം താഴ്ത്തി, ശശി പത്തി ഉടർത്തി. ശശിക്കറിയാം ഇത്രയും കാലം തൻ്റെ കൂടെ നിന്ന് ഈ തട്ടിപ്പുകൾക്കൊക്കെ കൂടെ നിന്ന് ആളുകളൊക്കെ ആരാന്നറിയാം. ശശി പറഞ്ഞത്, എന്നെ അങ്ങനെ ചെറുതാക്കി ചിലരൊക്കെ വലുതാവണ്ട, അങ്ങനെ വലുതായാൽ ഞാൻ കാല് വലിച്ച് താഴേക്കിടുന്ന. അത് ശശിക്ക് പറ്റും. ആ ശശിയുടെ വാണിങ് ഒരു പക്ഷേ പാർട്ടി ശരിക്കും ശ്രദ്ധിച്ചിരിക്കും. ചുരുങ്ങിയത് പാലക്കാട് ജില്ലയിലെ ശശിയുടെ സഖാക്കൾ എന്താ കാര്യം, ഈ സാധനം കൊണ്ടുപോയാൽ അവിടെ പണി കിട്ടും. നാളെ പി കെ ശശി ഒന്നൊന്നായി എടുത്ത് പുറത്തിടും. ഒന്നൊന്നായി പുറത്തിട്ടാൽ എന്ത് സംഭവിക്കും? പാർട്ടി പാലക്കാട് ജില്ലയിൽ വെറും പൊടിയാവും. അതൊക്കെ ശശിയുടെ ഉണ്ടായിട്ടുള്ള സാധനങ്ങളൊക്കെ. അങ്ങനെ എല്ലാവരെയും കൊടുക്കാൻ വേണ്ടി ശശി നിൽക്കണേ. അതുകൊണ്ട് ശശിക്കെതിരെ ഇനി നടപടിയൊന്നും ഉണ്ടാവില്ല. വേണമെങ്കിൽ പാർട്ടി ജില്ലാ സമ്മേളനത്തിലോ സംസ്ഥാന സമ്മേളനത്തിൽ സംസ്ഥാന കമ്മിറ്റിയിലൊക്കെ വരുമെന്ന് എനിക്കറിയില്ല. പണ്ടൊരു പി ശശി വന്നത് അങ്ങനെയാണ്. പാർട്ടിയിൽ നിന്ന് പുറത്തുനിന്ന പി ശശി ഒരു സുപ്രഭാതത്തിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വന്നു. അതുപോലെ തന്നെ പി കെ ശശി നാളെ സംസ്ഥാന കമ്മിറ്റിയിൽ വരുമെന്ന് എൻ്റെ ഒരു സംശയം. കാരണം വെച്ചാൽ മിണ്ടാതെ അവിടെ ഇരുന്നോ എന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് പി കെ ശശി ഈ വാലിട്ടടിക്കുന്നതൊക്കെ എന്തിനാന്ന് നമുക്കറിയാം. കാരണം പാർട്ടി നടപടിയെടുക്കരുത്, പാർട്ടി മറ്റേ നിയമ നടപടികളിലേക്ക് പോകരുത്, പോയാൽ ഞാൻ പണി തരും എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് പി കെ ശശിക്കെതിരെ നിയമ നടപടിയൊന്നും ഉണ്ടാവില്ല അൺലസ് അയാൾ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയില്ലെങ്കിൽ. പുറത്തു പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനിയിപ്പോൾ കോൺഗ്രസ്സുകാരെങ്കിലും ഇയാളെ മന്ദബുദ്ധിയായിട്ട് വിളിക്കാൻ തീരുമാനിച്ചാൽ കോൺഗ്രസിന് നഷ്ടമെന്നേ പറയാനുള്ളൂ. പി കെ ശശിയെ വിളിച്ചാൽ അതിപ്പോൾ ആദ്യമേ പറയുന്നു അയാളൊരു MLA ആയിരുന്നു എന്നുള്ളതൊക്കെ ശരി തന്നെ. CPM നിന്ന് ആര് വന്നാലും വലിയ വ്യത്യാസമൊന്നുമില്ല. പി കെ ശശി വന്നാൽ പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല, ദോഷം ധാരാളം ഉണ്ട് താനും.